ഹായ്, ക്യൂറ്റ് എക്സാമിനേഷൻ്റെ ചില അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ സ്കോർ വന്നിട്ടുണ്ട്, പെർസെൻറ്റൈൽ നിങ്ങൾക്ക് അറിയാം. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? യെസ്, നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റീസിലെയും നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിലാണോ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളത് ആ യൂണിവേഴ്സിറ്റീസിൻ്റെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ടും അറിഞ്ഞുകൊണ്ടിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഫേസ് 1 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവർ ഒരു CSAS എന്ന് പറയുന്ന കോമൺ സീറ്റ് അലോക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ് അവർ അവരുടെ കോളേജുകളിലേക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അതിൻ്റെ ഫേസ് 1 ആണ് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. 27th അത് അവർ പോർട്ടൽ തുറന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോഴും അതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഇവിടെ ഫേസ് 1 ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഈ ഒരു CUETയുടെ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യുന്നു, പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ആ ഒരു ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 10th-ൻ്റെയും +2-ൻ്റെയും മാർക്ക് ഷീറ്റ്സ് ആണ്. അതുപോലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ദെൻ ഒരു സിഗ്നേച്ചറും. ഇത്രയും കാര്യങ്ങളുമായിട്ട് നിങ്ങൾ പോവുക, അത് ഫിൽ ചെയ്തു വരിക. ഓക്കെ, ഇനി ഫേസ് 2 നിങ്ങൾക്ക് ഏത് കോളേജാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ കോഴ്സുകൾക്കാണ് നിങ്ങൾക്ക് അതിൽ കൊടുക്കേണ്ടത് എന്നത് ഡിസൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവിടെയാണ് നിങ്ങളത് ചെയ്യുന്നത്. സോ ഫേസ് 2 മിക്കവാറും ഒരു ജൂലൈ 2nd വീക്കിലോ മറ്റോ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. നമ്മൾ അവസാന ദിവസത്തേക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അതിന് മുമ്പേ നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണോ, അതുപോലെ നിങ്ങളുടെ കോഴ്സുകളുള്ള കോളേജുകൾ ഏതൊക്കെയാണോ എന്ന് കണ്ടെത്തുക. ആ കോളേജുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ആ ലിസ്റ്റിനനുസരിച്ചിട്ട് ആ കോളേജുകളുടെ സൈറ്റിൽ പോയിട്ട് നിരന്തരമായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്ഡേഷൻ വന്നിട്ടുണ്ടോ എന്ന കാര്യം. സോ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. നമ്മൾ കൂടെ ഉണ്ടാവും.